ഹലോ എവ്രി വൺ, വെൽക്കം ടു ജ്യോതി ഡിസൈൻസ്. നമ്മൾ ഇന്ന് കുറച്ച് ഡിസൈനർ കുർത്തീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2-3 ഡിസൈൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തീസാണ്. സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. നമുക്കൊരു യുണീക്ക് സ്റ്റൈലിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് വന്നിരിക്കുന്നത്. ഒരു എലിഗൻറ്റ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നല്ല ലെങ്ത് 46 ഇഞ്ചസ് ലെങ്ത് വന്നിട്ടുള്ളത്. അതായത് നല്ല ഹൈറ്റുള്ള ആളുകൾക്കാണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് കാണിക്കുന്നത്. സെമി സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നതാണ് ഇതിനകത്ത് ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഒരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വൈഡ് ആയിട്ടുള്ള വി ഒന്നും അല്ല. ഞാനിപ്പോൾ വെയർ ചെയ്ത് കണ്ടാൽ അറിയാം, അത്യാവശ്യം കയറി നിൽക്കുന്ന ഒരു വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് നെക്ക് ലൈനിൽ കൂടെ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട്, അതായത് അധികം നമ്മുടെ മേത്ത് നോർമലി ഒരു ഹാൻഡ് വർക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബീഡ്സ് വർക്ക് ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. അധികം നമ്മൾ മേത്ത് കൊള്ളുമോ, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മേത്ത് കൊള്ളുമോ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് കളറായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു പിങ്കും അതുപോലെ ഒരു ലൈറ്റർ ഗ്രീൻ ടോണുമാണ്. അതിലേക്ക് ഒരു ചെറിയ സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെ ഒരു എംബോസ്ഡ് ഡിസൈനും കൂടെ വരുന്നുണ്ട്. ചെറിയൊരു എംബോസ്ഡ് ഡിസൈനും കൂടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഒരു പിങ്ക് കളറിലുള്ള ഒരു ലെഗിനോ അല്ലെങ്കിൽ ഒരു ആംഗിൾ ഫിറ്റ് ലെഗിനൊക്കെ വെച്ചിട്ട് പെയർ ചെയ്യാവുന്നതാണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങും ടോപ്പ് വിത്ത് ലൈനിങ്ങും ആണ് വന്നിരിക്കുന്നത്. നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട്, അതായത് ജോർജറ്റ് പോലെയല്ല എന്നാൽ നല്ല ഇതായിട്ട് നിൽക്കുന്ന, ഹഗ്ഡായിട്ട് കിടക്കുന്ന, തെറിച്ച് നിൽക്കുന്നതല്ല, ഹഗ്ഡായിട്ട് കിടക്കുന്ന ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് കുർത്തിയാണ്. പ്രൈസ് വരുമ്പോൾ 990, 998 പ്രൈസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. 46 ഇഞ്ചസ് ലെങ്ത്തും വരുന്നുണ്ട്. ഇതിന് ഒരു കളർ ഷെയ്ഡ് കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് അടുത്തത്. ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ കോൺട്രാസ്റ്റ് കളർ, ഇങ്ങനെയാണ് നെക്ക് ലൈൻ വരുന്നത്. കോൺട്രാസ്റ്റ് കളറായിട്ട് വന്നിരിക്കുന്നത് ഒരു പീച്ചും ഗ്രീനും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. പീച്ച് ബോട്ടം വെച്ചിട്ട് ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുമ്പോൾ 998. എല്ലാം M2 XXL സൈസസ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഇതാണ് നമ്മുടെ അടുത്ത കുർത്തി വന്നിരിക്കുന്നത്. ഇതെല്ലാം ഡിസൈനർ കളക്ഷൻ ആണ് നമ്മളിന്ന് കാണിക്കുക. എല്ലാം യുണീക്ക് സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പീസസ് ആണ്. ഇതാണ് നമ്മുടെ അടുത്ത കുർത്തി വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറിനകത്തേക്ക് സെയിം വീനെക്ക് പാറ്റേൺ ഈ ഒരു വർക്കിൽ മാറിയിട്ടുണ്ട്. കോൺട്രാസ്റ്റ് കളറായിട്ട് കൊടുത്തിരിക്കുന്നത് പിങ്കും ഓനിയൻ പിങ്കും ഗ്രീനും കളർ ഷെയ്ഡ്സ് ആണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം വിത്ത് ലൈനിങ് ആണ്. ഈ ഒരു കുർത്തിക്ക് ചെറിയ ഡിഫറൻസ് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നതിൽ ഒരു എംബോസ് ഡിസൈനും കൂടെ വന്നിട്ടുണ്ട്. ഇത് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വിത്ത് ലൈനിങ് 3/4 സ്ലീവ് ആണ്. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 848, 848 ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 2 കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡും ഇത് വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസിന് വെയർ ചെയ്യാനായിട്ടാണെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡ്. ദെൻ അതിൻ്റെ അടുത്തത് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുക. ഇതിലേക്ക് വരുമ്പോൾ ഒരു ലാവൻഡറും ലൈറ്റർ ലാവൻഡറും ഡാർക്ക് ലാവൻഡർ അതുപോലെ ഒരു ഗ്രീൻ കളറിലാണ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളർ ചെയ്തിട്ടുള്ളത്. എല്ലാം അത് രണ്ടും 848 പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി വീനൊക്കെ പ്രിഫർ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു റൗണ്ട് നെക്ക് പാറ്റേണിലും ഈ ഒരു ഡിസൈനർ കുർത്തി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ ഒരു റൗണ്ട് നെക്കാണ്. താഴേക്ക് ഇങ്ങനെ ഇതൊരു പർപ്പിൾ ഷെയ്ഡ് വന്നിട്ട് അതിലേക്ക് പിങ്ക് കളറിലുള്ള കോൺട്രാസ്റ്റ് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതും അതിങ്ങനെ നമ്മുടെ മേത്ത് കൊള്ളുമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. വിത്ത് ലൈനിങ് ആണ്. 3/4 സ്ലീവ് ആണ്. ഇത് സെമി സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 930, 938 പ്രൈസ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിന്റെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളർ നമുക്ക് അവൈലബിൾ ആണ്. ഓഫ് വൈറ്റിലേക്ക് ഒരു ലാവൻഡർ കളറിലുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസിനൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. വൈറ്റ് അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ക്രിസ്മസിനൊക്കെ വെയർ ചെയ്യണം, ഒരു യുണീക്ക് സ്റ്റൈലിലൊക്കെ ക്രിസ്മസിന് വെയർ ചെയ്യണമെന്നുള്ളവർക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാം. നമുക്കൊരു കോൺട്രാസ്റ്റ് കളർ ബോട്ടവും ഇതിൻ്റെ ഒരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചർച്ച് ഫംഗ്ഷൻസിനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് അടുത്തത്. ഇതെല്ലാം M2 XXL നമുക്ക് സൈസസ് അവൈലബിൾ ആണ്. 938 പ്രൈസ് വരിക. ഇനി ഇതുപോലെ തന്നെ സെമി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് ഇതും ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. കോൺട്രാസ്റ്റ് കളർ വരുമ്പോൾ ഒരു പിങ്കും ഗ്രീനും ആണ് കോൺട്രാസ്റ്റ് കളർ എംബ്രോയിഡറി വർക്ക്. അത് ആ നെക്ക് ലൈനിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. യോക്കിലേക്ക് ഇങ്ങനെ താഴേക്ക് ചെറിയൊരു സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സെമി സിൽക്ക് തന്നെ ഫാബ്രിക്. 3/4 സ്ലീവ്. ഇതും വിത്ത് ലൈനിങ് ആണ് വരിക. പ്രൈസ് വരുമ്പോൾ 898 പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിന് ഒരു കളർ ഷെയ്ഡ് കൂടെ നമ്മുടെ അടുത്തുണ്ട്. അടുത്തത് വന്നിരിക്കുന്ന ഒരു ഓനിയൻ പിങ്ക് കളറാണ്. അതിലേക്ക് ഒരു ഡാർക്ക് പിങ്ക് ആൻഡ്
ഡാർക്ക് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് കോൺട്രാസ്റ്റ് കളർ ചെയ്തിട്ടുള്ളത്. പ്രൈസ് വരുമ്പോൾ 898. എല്ലാം M2XXL, എല്ലാം 46 ഇഞ്ചസ് ലെങ്ത്. നല്ല ഹൈറ്റ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിൽ സൈസും കൂടി ചേർത്ത് മെസ്സേജ് ചെയ്താൽ മതി. ഇന്ന് ഓർഡർ പ്ലേസ് ചെയ്യുന്നതൊക്കെ നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യും. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വൈറ്റ്സ് ഒക്കെയാണ് ക്രിസ്മസിന് വേണ്ടി ആളുകൾ ചൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. വിതിൻ കേരള ആണെങ്കിൽ 3 to 4 ഡേയ്സിനുള്ളിൽ തന്നെ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. നമ്മളിപ്പോൾ എല്ലാം സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. സോ നിങ്ങൾക്ക് അതിലേതെങ്കിലും വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.